ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു മീൻകറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനും, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഈ കറി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ, ഇപ്പോൾ ദോശ, ചപ്പാത്തി, പത്തിരി അങ്ങനെ അതിൻ്റെ കൂടെ, അല്ലെങ്കിൽ നമുക്ക് ചോറ്, ഉച്ചക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ മീൻ എന്ന് പറയുന്നത് ഫിലോപ്പിയാണ് കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ ഈ മീനിന് ഞാൻ കരിമീൻ എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ശരിക്കും ഒറിജിനൽ കരിമീനൊന്നുമല്ല, ഇത് ഫിലോപ്പിയാണ്. അതിൻ്റെ വേറെ വേർഷൻ, കരിമീൻ്റെ വേറെ വേർഷനാണ്. അപ്പോൾ നമുക്ക് മീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കാണെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റീലിൻ്റെ പാത്രമോ, സ്റ്റീലിൻ്റെ ചെറിയ പാനും കാര്യങ്ങളൊക്കെ എടുക്കുക. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എടുത്തിട്ടുള്ളത് മൺചട്ടിയാണ്. ഞാൻ മീൻ കറി വെക്കുന്നതും മീൻ മുളകിടുന്നതായാലും മീൻ വലിച്ച് വെക്കുന്നതൊക്കെ ഈ ചട്ടിയിലാണ് കേട്ടോ. ഇതാണ് എൻ്റെ മീൻ ചട്ടി. ചട്ടി നന്നായി ചൂടായതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുകും ഉലുവയും വലിയ ജീരകം കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, അതേപോലെ ചെറിയ ഉള്ളി, ഇവ മൂന്നും ചെറുതാക്കി അരിഞ്ഞിട്ട്, കുനുകുനെ അരിഞ്ഞിട്ട് അതും കൂടെ ഒന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം പച്ചമാങ്ങ, നീളത്തിൽ അരിഞ്ഞിട്ടുള്ള പച്ചമാങ്ങ, അധികമൊന്നും വേണ്ട, ഞാനൊരു മാങ്ങൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് അതിലോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിന് ശേഷം മസാലപ്പൊടികൾ ചേർക്കുക. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, മുളക് പൊടി 1/4 ടീസ്പൂണ്, മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഞാൻ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുടംപുളി ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. പിന്നെ ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ 1-ാം പാലല്ല, 2-ാം പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ പാല് പിഴിഞ്ഞിട്ട് ആണ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ തേങ്ങാപ്പാലാട്ടോ, കടയിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല. പാല് പിഴിഞ്ഞിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 1-ാം പാലും 2-ാം പാലൊക്കെ. അപ്പോൾ 1-ാം പാല് ഒഴിച്ചു കൊടുത്തിട്ട് അതിന് ശേഷം നന്നായിട്ട് തിളക്കണം. തിളച്ച് വന്നതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മീൻ അതിലൊന്ന് മുങ്ങിക്കിടക്കണം. എല്ലാ മീൻ കഷ്ണങ്ങളും അതിൽ ഒന്ന് മുങ്ങിക്കിടക്കണം. എന്നിട്ട് മീനൊന്ന് വേവിച്ചെടുക്കും വേണം. ഒരു 5 മിനിറ്റ് സമയം മതി. ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ തേങ്ങാപ്പാൽ കോക്കനട്ട് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടൂലേ. ഞാൻ അതുവരെ അങ്ങനെ ഒന്നും വാങ്ങി ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അങ്ങനെ വാങ്ങി ഉപയോഗിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. മീനൊന്ന് 1/4 ഭാഗത്തോളം വെന്ത് വന്നതിന് ശേഷം 1-ാം പാൽ ഒഴിക്കുക കേട്ടോ. 1-ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കരുത്. ജസ്റ്റ് ഒരു തിള വരുന്നത് വരെ മാത്രം തിളപ്പിച്ചാൽ മതി. പിന്നെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ തീ ഓഫ് ചെയ്തിടണം. ഇനി ഇതിലോട്ട് 1-2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും അതേപോലെ പച്ച വെളിച്ചെണ്ണയില്ലേ അതും കൂടെ ഒന്ന് ഉറ്റിച്ചു കൊടുക്കുക കേട്ടോ. പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ എരിവ് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ 2-3 പച്ചമുളകും കൂടെ നടുവ് കീറിയിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് സമയം വരെ ഒന്ന് മൂടി വെക്കുക കേട്ടോ. പിന്നെ അതിന് ശേഷം കറി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇത് തയ്യാറാക്കാൻ വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.